നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നീ തടസ്സം നിൽക്കരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. പ്ലീസ് എന്നെ ജീവിക്കാൻ അനുവദിക്ക്. അതിനേക്കാൾ നല്ലത് നീ മരിക്കുന്നതാ. തിരുമേനി, സമയായി, തുടങ്ങാം. തുടങ്ങാം. രണ്ടുപേരും അങ്ങോട്ട് ചേർന്ന് നിന്നോളൂ. ഇത് കുട്ടിയുടെ കഴുത്തിലോട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. ആദ്യം രണ്ടുപേരും അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും. മോളെ, രണ്ടുപേരും ഏട്ടന്റെ കാലോട്ട് അനുഗ്രഹം വാങ്ങിക്കേ. തിരുമേനി, ആ താലി അങ്ങോട്ട് കൊടുത്തോളൂ. അപശകുനാണല്ലോ കണ്ടത്. താലി കെട്ടാൻ പോകുമ്പോ നിലവിളക്ക് താഴെ വീഴുന്നത് ശുഭാണോ തിരുമേനി? ഈ ചടങ്ങ് മാറ്റിവെക്കുന്നല്ലേ നല്ലത്. ഒരിക്കൽ തെറ്റിയ മുഹൂർത്തം ഇപ്പോഴും ശരിയായിട്ടില്ല. ഇത് അവശകനമൊന്നുമല്ല. നേരത്തെ ഞാൻ ആ വിളക്ക് വെച്ചത് അത് ശരിയായില്ല. അപ്പൊ തന്നെ അത് വീഴേണ്ടതായിരുന്നു. ഇപ്പൊ എന്റെ കയ്യും തട്ടിയപ്പോ അത് വീണെന്നേ ഉള്ളൂ. അല്ലാതെ മുഹൂർത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ അത് ശരിയാക്കാം.
ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? അബദ്ധത്തിൽ സംഭവിക്കുന്നതും അപശകനം കൊണ്ട് സംഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചടങ്ങ് മാറ്റിവെക്കേണ്ട ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി താമസിപ്പിക്കണ്ട അല്ലേ തിരുമേനി? പിന്നല്ലാതെ താൻ ധൈര്യമായിട്ട് താലി ഇട്ടുക, എല്ലാം ശുഭമാവും. ഇനി തൊഴുതോളൂ. നിങ്ങൾ വെല്ലുവിളിച്ചിട്ടിപ്പോ എന്തായി? അവിടെ അവരുടെ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടക്കുക. അത് സഹിക്കാൻ വയ്യാതെയാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മതി നിന്റെ പരിഹാസം, നിർത്തിക്കോ. എന്നെ തോൽപ്പിച്ചൊന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. അത് വെറുതെയാ, അതിനധികം ആയുസില്ല. വെല്ലുവിളിച്ച് തോറ്റുപോകുന്നവരുടെ ആശ്വാസം മാത്രം നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത്. അവര് രണ്ടുപേരും കൂടി നല്ല അന്തസ്സായിട്ട് ജീവിക്കും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ. എങ്കിലേ നിനക്ക് തെറ്റിപ്പോയി. അവന്റെ യഥാർത്ഥ രൂപം ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിയായിരിക്കും. അവനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കാണല്ലോ. പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒന്ന് എനിക്കറിയാം. അവര് തമ്മിൽ നല്ല സ്നേഹത്തില. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.